യാത്ര നമുക്കൊരുമിച്ച് പുതുമക്കൾ തേടി നടക്കം കുത്തിച്ചുയാറും ട്രാവലറിന്റെ കൂടെ പിന്നംഗം വീടും ഇനങ്കം സ്വപ്നങ്ങൾ സാധ്യമാക്കാം മഴയിലും വെയിൽ ഉയരങ്ങൾ കീഴടക്കം തളരില്ല ഒരിക്കലും ജംഗൽ. Hello friends, welcome back to our YouTube channel Travel Hour from Kerala. അങ്ങനെ നമ്മളിപ്പോൾ താമിയ ഹിൽസിൽ നിന്നും മറ്റൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോകുവാണ്. ഭക്ഷണമെല്ലാം കഴിച്ച് റെസ്റ്റ് എടുത്തു, റിലാക്സായി, റിഫ്രഷായി ഇനി നമ്മൾ അടുത്തൊരു ഹിൽ സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. ഇവിടെ പോകുന്ന വഴിക്ക് നല്ല ചെറിയ തോടും പുഴയും പാലവും ഒക്കെ കാണാൻ പറ്റും. പക്ഷേ ഇവിടെ മഴക്കാലത്തൊക്കെ എനിക്ക് തോന്നുന്ന പാലത്തിൻ്റെ മേലെ കൂടിയെല്ലാം വെള്ളം പോകുമായിരിക്കും കേട്ടോ. നല്ലൊരു പ്രകൃതി രമണീയമായ സ്ഥലത്തു കൂടിയാണ് നമ്മൾ ആ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നത്. അതായത് പത്താൽകോട്ട്, അതാണ് ആ ഒരു സ്ഥലത്തിൻ്റെ പേര്. നമ്മൾ താമിയ ഹിൽസിൽ നിന്നും ജസ്റ്റ് ഒരു 20 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ഈ ഒരു പത്താൽകോട്ടിലേക്ക്. വളരെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ്. നമ്മൾ പോകുന്ന വഴിക്കെല്ലാം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ചെറിയ പുഴകളും പച്ചപ്പുകളും മേടുകളും പുൽമേടുകളും കാടുകളും ഒക്കെ നിറഞ്ഞ നല്ലൊരു അടിപൊളി സ്ഥലത്തേക്കാണ് നമ്മുടെ യാത്ര. അപ്പം വന്ന വഴിക്ക് വണ്ടിയിൽ നല്ലോണം ചെളിയെല്ലാം പറ്റിയിട്ടുണ്ടായിരുന്നു. ചേട്ടായി പുറത്തിറങ്ങിയിട്ട് നന്നായി വണ്ടിയെല്ലാം തേച്ച് കഴുകി കുട്ടപ്പനാക്കുന്നതാണ് കാണുന്നത്. കണ്ടോ, ഇവിടെ കണ്ടോ, ഈ റോഡിൻ്റെ മുകളിലൂടെയാണ് വെള്ളം ഒഴുകുന്നത്. അപ്പം നല്ലൊരു മഴ സമയത്താണ് എങ്കിൽ ചിലപ്പോൾ ഇതിലൂടെ വാഹനമൊന്നും പോയി എന്ന് വരില്ലായിരിക്കാം. എന്തായാലും നമ്മൾ ഈ വെള്ളം കണ്ടുകൊണ്ട് ഇവിടെ ഇറങ്ങി കഴുകി കുട്ടപ്പനാക്കുവാണ്. ഭയങ്കര കഴുക്കാണ്. വീട്ടിൽ നിന്ന് പോലും ഇങ്ങനൊന്നും കഴുകി ഞാൻ കണ്ടിട്ടില്ല. യാത്ര നമുക്കൊരുമിച്ച് പുതുമക്കൾ തേടി നടക്കം കുത്തിച്ചുയാറും ട്രാവലറിന്റെ കൂടെ പിന്നംഗം വീടും. ഇവിടെ കണ്ടോ, നമ്മുടെ കാറും വെള്ളവും പച്ചപ്പും എല്ലാം കൂടെ ചേർന്നിട്ട് നല്ലൊരു അടിപൊളി കളറല്ലേ. അവിടെ ഒരു ബൈക്ക് കഴുകുന്നുണ്ടായിരുന്നു. ആ ചേട്ടൻ ആ പിള്ളേരെ കുളിപ്പിക്കുന്നത് ആ ബൈക്ക് ഇങ്ങനെ ആക്കിക്കൊണ്ട് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ അതും കൂടി എടുത്തു. ആക്ച്വലി ഞാനിവിടെ നിന്നത് ചേട്ടൻ വരുന്നത് ഫോട്ടോ എടുക്കാമെന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചുകൊണ്ടാണ്. ആ ഒരു മലയും തോടും അതിനുള്ളിലൂടെ വരുന്ന ആ വെള്ള കളറൊക്കെ കാണുമ്പോൾ നല്ല അടിപൊളി, നല്ല ഭംഗിയുണ്ട്. അങ്ങനെ നമ്മൾ ആ ഒരു പത്താൽകോട്ട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കാണാം, ഇവിടുന്ന് എനിക്ക് തോന്നുന്നു ഇവിടം കൊണ്ട് റോഡ് തീർന്നെന്ന് തോന്നുന്നു. അതേപോലെ ആ ലക്ഷണമൊക്കെ കണ്ടിട്ട് സൈഡിൽ നോക്കിയാൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. താഴെ ഇവിടം കൊണ്ട് പുൽമേടാണ്, അതവിടെ തീരുന്ന പോലെയാണ് കാണുന്നത്. എന്തായാലും നല്ലൊരു അടിപൊളി, നമ്മളിപ്പോൾ ആകാശത്തിനൊപ്പം മേഘത്തിനൊപ്പം എത്തിയ ഒരു ഫീലിംഗ് ആണുള്ളത്. ആകാശത്തെ തൊട്ടില്ല എന്ന മട്ടിലാണ്. പിന്നെ ഇവിടെയൊക്കെ എന്ന് പറയുന്നത് സാധാരണക്കാരാണ്, മൃഗപരിപാലനമൊക്കെയാണ് അവരുടെ ഉപജീവന മാർഗ്ഗമൊക്കെ എന്ന് തോന്നുന്നു. ഇങ്ങോട്ട് വന്ന വഴിക്കൊക്കെ നമ്മൾ ഒരുപാട് പശുക്കളെ ആടുകളെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ മാത്രമല്ല, കുറേ ആൾക്കാർ ഇതിനു മുമ്പ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അവരുടെ വാഹനങ്ങൾ കാണാം, അപ്പുറത്തെ ആൾക്കാർ നിൽക്കുന്നത് കാണാം. അതാണ് വ്യൂ പോയിന്റ് തോന്നുന്നു. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും വാഹനം പാർക്ക് ചെയ്തിട്ട് പുറത്തിറങ്ങി നോക്കാം. നല്ലൊരു അടിപൊളി പ്ലേസ് ആണ് കേട്ടോ. ഈ ഒരു സ്ഥലത്തിന് 1500 അടി ആഴം ഉണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ 792 കിലോമീറ്റർ സ്ക്വയറിൽ പരന്ന് കിടക്കുന്നതുമായ ഒരു കുതിരപ്പട ആകൃതിയിലുള്ള താഴ്വരയാണ് ഇത്. 3250 അടി ഉയരത്തിലാണ് ഇപ്പം നമ്മളുള്ളത്. ഈ ഒരു സ്ഥലം ഉള്ളത് 3250 അടി ഉയരത്തിലായിട്ടാണ് ഈ പത്താൽകോട്ട് സ്ഥിതി ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ നോക്കിയപ്പോൾ ഇവിടെ ഒരു കാഴ്ച കണ്ടു. അത് നിങ്ങളെയും കൂടെ കാണിച്ചു തരാം. നമ്മൾ ഈ ഇന്ത്യ മഹാരാജ്യത്തിൽ കണ്ടിട്ടില്ല ഇതുവരെ ഇങ്ങനത്തെ ഒരു കാഴ്ച എന്ന് പറയുന്നത്. ഇത് കണ്ടോ, ഒരു 2 മരത്തിൻ്റെ കമ്പിൻ്റെ മുകളിൽ കൂടി നടക്കുന്ന കുറച്ച് കുട്ടികളെ കണ്ടോ. ഇങ്ങനെയുള്ള ഈ നടത്തത്തിന് സ്റ്റിൽറ്റ് വാക്കിംഗ് എന്നാണ് പറയുന്നത്. ഇത് ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ നേരിൽ കാണുന്നത്. വീഡിയോയിലും അതുപോലെ ആഫ്രിക്കയിലെ ഒരു വിഭാഗം ആൾക്കാരൊക്കെ ഇത് ഉപയോഗിക്കുന്നതൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ആക്ച്വലി ഇത്തരം വോക്കിംഗ് എന്ന് പറയുന്നത് എത്യോപ്യയിലെ ബന്ന ഗോത്ര വിഭാഗക്കാർ, അവരുടെ ഇടയിലാണ് ഇത് ഫേമസ് ആയിട്ടുള്ളത്. അവിടെയുള്ള ആൾക്കാരാണ് ഈ വോക്കിംഗ് കലയിൽ പ്രാവീണ്യം നേടിയിട്ടൊക്കെ ഉള്ളത്. ആക്ച്വലി അവരിത് ഉപയോഗിക്കുന്നത് നദികൾ, ചതുപ്പുനിലങ്ങൾ എന്നിവയിലൂടെയൊക്കെ നടക്കാനും വന്യമൃഗങ്ങളിൽ നിന്നും വിഷപ്പാമ്പുകളിൽ നിന്നും ഒക്കെ സ്വയം സംരക്ഷിക്കുന്നതിനുമൊക്കെയാണ് അവർ ഉപയോഗിക്കുന്നത്. ഇത്തരം തടിക്കഷ്ണവും കയറും തൊഗൽ സ്ട്രാപ്സ് ഇവയൊക്കെ ഉപയോഗിച്ചിട്ട് ഇത്തരം സ്റ്റിൽറ്റുകൾ അവർ നിർമ്മിക്കുന്നതാണ്. പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആയവർക്ക് മാത്രമേ ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. ഇവർ ചെറിയ കുട്ടികളായതുകൊണ്ട് ചെറിയ പ്രായത്തിലേ അവർ പഠിച്ചതുകൊണ്ടായിരിക്കാം. ഇവിടെ സൈക്കിളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇവിടെയുള്ള ചെറിയ ഗോത്ര വിഭാഗങ്ങൾ മാത്രമാണ്, അവർക്ക് ബേസിക് ആയിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഉള്ളൂ.
നമ്മളങ്ങനെ വീണ്ടും വ്യൂ പോയിന്റിനടുത്തേക്ക് നീങ്ങി. ചിന്ദ്വാരയിൽ നിന്ന് 78 കിലോമീറ്റർ വടക്കു പടിഞ്ഞാറായും താമിയയിൽ നിന്നും 20 കിലോമീറ്റർ വടക്ക് കിഴക്കായും പത്താൽകോട്ട് സ്ഥിതി ചെയ്യുന്നു. ദൂധി നദി ഒഴുകുന്നത് ഈ ഒരു താഴ്വാരത്തു കൂടെയാണ്. ഇവിടെ നിന്ന് നമുക്കങ്ങനെ കാണാനൊന്നും പറ്റത്തില്ല, പക്ഷെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഏറ്റവും നല്ലൊരു ഭൂമിശാസ്ത്രപരമായ ഒരു പ്രകൃതിയ രമണീയതയ്ക്ക് ഏറ്റവും ഒരു ഉത്തമ ഉദാഹരണം എന്ന് വേണം നമുക്ക് പത്താൽകോട്ടിനെ വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ഇതിൻ്റെ ചരിത്രം, പത്താൽകോട്ടിൻ്റെ ചരിത്രം പറയുകയാണെങ്കിൽ അതിൽ പറയുന്നത് അധോലോകത്തിലേക്കുള്ള പ്രവേശനം അല്ലെങ്കിൽ പാതാളം എന്നൊക്കെയാണ് ഇവിടെയുള്ളവർ വിശ്വസിക്കുന്നത്. കൂടാതെ മേഘനാഥ രാജകുമാരനെയും പുരാതന രാജാക്കന്മാരെയും കുറിച്ചുള്ള പ്രാദേശിക ഐതിഹ്യങ്ങളും ഒക്കെ ഈ സ്ഥലത്തിന് ഒരുപാട് ബന്ധമുണ്ട്. 2500 ദശലക്ഷം വർഷങ്ങൾ പഴക്കമുള്ള താഴ്വരയാണ് ഇവിടെ. ആ താഴ്വരയിൽ പാറകളിൽ ഗ്രാനൈറ്റ്, നെയ്സ്, ഗ്രീൻ ഷീസ്റ്റുകൾ, ഗോഡ്വാന സെഡിമെന്റ്സ് എന്നിവയുടെ അവശിഷ്ടങ്ങളൊക്കെ കാണപ്പെടുന്നുണ്ട്. അതുപോലെ ഈ ഒരു താഴ്വരയിൽ 12 ഗ്രാമങ്ങളും 13 കുഗ്രാമങ്ങളുമുണ്ട്. പ്രധാനമായും ഭരിയ, ഗോണ്ട് ഗോത്രങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട്. പത്താൽകോട്ട് വികസന സമിതിയുടെ നേതൃത്വത്തിൽ പ്രാദേശിക അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തിയിട്ട് സ്കൂള്, ആരോഗ്യ കേന്ദ്രങ്ങൾ, ആധുനിക കാർഷിക രീതികൾ എന്നിവയൊക്കെ ഇപ്പോൾ ഇവിടെ നിലവിലുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു അടുത്ത കാലത്തായിട്ട് പത്താൽകോട്ടിനെ ഒരു എക്കോ ടൂറിസം ഡെസ്റ്റിനേഷനായി വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ ഏറ്റവും നല്ല ബെസ്റ്റ് സമയം എന്ന് പറയുന്നത് മഴക്കാലത്ത് വിസിറ്റ് ചെയ്യാൻ വരുന്നതാണ്. അതായത് അന്നേരമാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇവിടെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി വരുന്നത്. അതുപോലെ എക്കോ ടൂറിസം ഡെവലപ്മെൻറ്റിൻ്റെ ഒരു നല്ലൊരു മാതൃക തദ്ദേശീയ സമൂഹങ്ങളാണ് ഇവിടെ. അവരാണ് അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും. ഒക്ടോബർ മാസത്തിൽ എല്ലാ വർഷവും ഇവിടെ ഒരു സത്പുര അഡ്വഞ്ചർ സ്പോർട്സ് ഫെസ്റ്റിവൽ എന്ന് പറയുന്ന ഒരു ലോക്കൽ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് നടത്തുന്നുണ്ട്. ആ സമയത്തും ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകൾ, ആളുകൾ സന്ദർശിക്കാൻ വരാറുമുണ്ട്. പിന്നെ ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം അത്ര വലിയൊരു ഡെവലപ്പായ സ്ഥലമല്ല, ഡെവലപ്പായിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. റോഡ് മാർഗമാണ് നമുക്ക് ചിന്ദ്വാരയിൽ നിന്നും ഇവിടെ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. താമസ സൗകര്യമൊന്നും ഈ ഒരു സ്ഥലത്തില്ല. താമിയയിലായിരിക്കും. താമിയയിൽ ജസ്റ്റ് 20 കിലോമീറ്ററേ ഉള്ളൂ ഇവിടേക്ക്. അപ്പോൾ താമിയയിൽ ഒരുപാട് അക്കോമഡേഷൻ ഫെസിലിറ്റീസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ ഇവിടെ തന്നെ വില്ലേജ് ലൈഫ് നമുക്ക് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അവിടെ വില്ലേജുകളിലൊക്കെ PWD റെസ്റ്റ് ഹൗസ് അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ നമുക്ക് അക്കോമഡേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. എന്തായാലും വളരെ നല്ലൊരു അടിപൊളി ഡെസ്റ്റിനേഷൻ എന്ന് വേണം പത്താൽകോട്ടിനെ പറയാൻ വേണ്ടിയിട്ട്. ഈ ഒരു താഴ്വാരത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വന്ന വഴികളൊക്കെ ചെറിയതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. അല്ലാതെ വേറൊന്നും പ്രത്യേകിച്ച് കാണാനൊന്നും പറ്റുന്നില്ല. അത്രയ്ക്കും നല്ല ഹൈറ്റിലാണ്. ഓൾറെഡി 3250 അടി ഉയരത്തിലാണ് ഈ ഒരു പത്താൽകോട്ട് സ്ഥിതി ചെയ്യുന്നതെന്ന് ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞായിരുന്നല്ലോ. ഇതാണ് ഇതിൻ്റെ ഇവിടുത്തെ ആ ഒരു റോഡും ആ ഒരു സൈഡിലെ നമ്മുടെ താഴ്വര എല്ലാം കൂടെ വരുന്ന ഒരു അടിപൊളി വ്യൂ ആണ്. ആ ഒരു വ്യൂ ആ ഒരു പച്ചപ്പിനിടയിൽ കൂടെ എങ്ങനെ ഉണ്ടാവും നമ്മൾ കാറുമായി വന്നാലെന്ന് ജസ്റ്റ് ഒരു ട്രയൽ നോക്കിയതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒരു നല്ല അടിപൊളിയാണേ. ആ ഒരു താഴ്വാരം, ഒരു പച്ചപ്പ്, അതിൻ്റെ ഇടയ്ക്കൂടെ ഒരു ചെറിയ മൺതിട്ട റോഡ് എല്ലാം കൂടെ. അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ കാഴ്ചകളെല്ലാം ഓൾമോസ്റ്റ് കണ്ടു. ഇനി നമ്മൾ തിരിച്ചു പോകുവാണ്. അപ്പം നമ്മൾ തിരിച്ച് വണ്ടിയിൽ കയറി വന്ന വഴികളൊക്കെ പിന്നീട് പോകാൻ. ഇവിടെ നോക്കിയാൽ വേണ്ടി നമ്മുടെ ആ വലത് സൈഡിൽ കാണാൻ പറ്റും. ആ താഴ്വാരമാണ് അവിടെ കാണുന്നത്. അതായത് ഈ റോഡെന്ന് പറയുന്നത് ആ ഒരു വ്യൂ പോയിന്റിനോട് ചേർന്ന് തന്നെയാണ്. അപ്പം ഇതൊരു നേരിട്ട് നല്ലൊരു വേറൊരു എക്സ്പീരിയൻസ് ആണ്. ഒരിക്കലെങ്കിലും എല്ലാവർക്കും ഇവിടെ വരാൻ സന്ദർശിക്കാൻ പറ്റുവാണെങ്കിൽ ഏറ്റവും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. കാരണം ഇതൊരു ഓഫ് ബീറ്റ് ടൂറിസ്റ്റ് പ്ലേസസ് ആണ് ഈ ഒരു പത്താൽകോട്ട്, താമിയ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ ഈ ഒരു ചെറിയ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും, നിങ്ങളും എൻജോയ് ചെയ്ത് കാണുമെന്ന് വിചാരിക്കുന്നു. മറക്കാതെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ ഫസ്റ്റ് ടൈം ഞങ്ങളുടെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ബട്ടൺ ഓളും പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ ബലം. പിന്നെ ഒരു കാഴ്ച ഇതാണ്. ഞങ്ങളിങ്ങനെ വന്ന സമയത്ത് നോക്കുമ്പം ഇവിടെ ഇന്നൊരു മാർക്കറ്റ് ഉണ്ട്. ഈ ഒരു പത്താൽകോട്ടിൻ്റെ തൊട്ട് താഴെ തന്നെയുള്ള ചെറിയൊരു ഗ്രാമമുണ്ട്. ആ ഗ്രാമത്തിലെയാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ വലിയ മാർക്കറ്റൊന്നും നടത്താൻ വലിയ സൗകര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് റോഡിന് ഇരുവശത്തുമാണ് അവർ ആ ഒരു
മാർക്കറ്റ് സജ്ജീകരിച്ചിരിക്കുന്നത്. ഇവിടെ നിന്നാണ് ഈ ഭാഗത്തേക്കുള്ള ആൾക്കാരെല്ലാം വന്ന് സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. എല്ലാ ദിവസവും ഒന്നുമില്ല, ഇതുപോലെ ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ ഇങ്ങനെയുള്ള ചന്തകൾ ഉണ്ടായിരിക്കുകയുള്ളൂ. അവിടെ വന്നിട്ടാണ് ആൾക്കാർ അവർക്ക് ആവശ്യമുള്ള സാധനം എല്ലാം വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. അതുകൊണ്ട് ഇവിടെ നല്ല തിരക്കാണ്. കുറച്ച് പിന്നെ നമ്മുടെ മുമ്പിൽ ഒരു വണ്ടി പോകുന്നത് കൊണ്ട് ചെറിയൊരു തടസ്സം കൂടി നമുക്ക് എക്സ്ട്രാ വന്നു. നല്ല തിരക്കുണ്ട്. ഡ്രസ്സ് എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. ഇവിടെ കാണാൻ വേണ്ടി നല്ല രസമുണ്ട്. ബ്ലോക്കും കാര്യങ്ങളും ഒക്കെ ചെറിയ രീതിയിലുണ്ട്. കുറേ സ്ഥലത്തും ഉണ്ട്, റോഡിന് ഇരുവശത്തുമായിട്ട് കുറേ സ്ഥലത്തും ഉണ്ട് ഇത്തരം ചന്തകളുണ്ട്. ആൾക്കാരും ഉണ്ട്. ഇന്ന് ഞായറാഴ്ചയും കൂടിയാണ്, അപ്പോൾ ഇവിടെ ഞായറാഴ്ച ആയിരിക്കാം എപ്പോഴും മാർക്കറ്റ് ഉണ്ടായിരിക്കുന്നത്, അതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഇതാണ് നോർമലി ഒരു ഉൾഗ്രാമത്തിലെ ഒരു ചന്ത ദിവസം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ നമ്മൾ ഇവിടെ വെള്ളം പിന്നിട്ട് തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോകുവാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇത് നമ്മൾ പ്രതീക്ഷിക്കാതെ വന്ന ഒരു നല്ലൊരു കാഴ്ചയാണ്. അത് നിങ്ങളുമായിട്ട് ഞങ്ങൾ പങ്കുവെച്ചെന്നേ ഉള്ളൂ. അപ്പം ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നേക്കരുത്. ഇനി ഞങ്ങൾ അടുത്ത ഒരു അടിപൊളി വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതാണ്. അപ്പം ഞങ്ങളുടെ കാര്യം ആരും മറന്നു പോയേക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. പിന്നെ ഗൈസ്, ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം നിങ്ങളോട് ഞാൻ പറയാൻ മറന്നുപോയി. ആദ്യം പറയണമെന്ന് വിചാരിച്ചതാണ്, മറ്റൊന്നുമല്ല. ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോയുടെ ഫസ്റ്റ് നിങ്ങൾ കേട്ട ആ ഒരു മ്യൂസിക് ഇനി നിങ്ങൾക്ക് ഒന്നും കൂടി കേൾക്കാം. ഞാനിപ്പോൾ ലാസ്റ്റും ആ ഒരു മ്യൂസിക് കൊടുക്കാം. അപ്പോൾ ആ മ്യൂസിക് ഞങ്ങൾ തന്നെ കമ്പോസ് ചെയ്തതാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ചേട്ടായിയാണ്. അപ്പോൾ എങ്ങനെയുണ്ട് ആ മ്യൂസിക് എന്നും കൂടി നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നേക്കരുത്. കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം. കാരണം നിങ്ങളാണ് പറയേണ്ടത് എങ്ങനെയുണ്ടെന്ന്. അപ്പം ഞങ്ങൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിന് വേണ്ടി കമ്പോസ് ചെയ്ത ആ ഒരു മ്യൂസിക് എങ്ങനെയുണ്ട് എന്ന് മറക്കാതെ കമൻറ്റ് ബോക്സിലൊന്ന് പറഞ്ഞേക്കണേ. ഇത് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം വിചാരിച്ചതാണ്, പക്ഷേ ഇപ്പോഴാണ് ഓർമ്മ വന്നത്. സോറി കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് പറയാൻ നിങ്ങൾ മറന്നേക്കരുത്. നെക്സ്റ്റ് വീഡിയോയിലും ഇതൊക്കെ പ്രതീക്ഷിക്കാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ. യാത്ര നമുക്കൊരുമിച്ച് പുതുമക്കൾ തേടി നടക്കാം. കുത്തിച്ചുയാറും ട്രാവലറിന്റെ കൂടെ പിന്നംഗം വീടും ഇനംഗം സ്വപ്നങ്ങൾ സാധ്യമാക്കാം. മഴയിലും വെയിൽ ഉയരങ്ങൾ കീഴടക്കാം. തളരില്ല ഒരിക്കലും ജംഗൽ. യാത്ര കാടുകളെ പുതുമകൾ തേടി നടക്കാം. നടത്തിയെത്താം മാരത്തോനെ ഇനക്കം ഇനക്കത്തപ്പാടിൻ. യാത്ര കാടുകളിൽ പുതുമകൾ തേടി നടക്കാം. നടത്തിയെത്താം മാരത്തോനെ ഇനക്കം ഇനക്കത്തപ്പാടിൻ.